അങ്ങനെ നമ്മൾ അജുക്കയുടെ ബർത്ത്ഡേ സൂപ്പറായിട്ട് ആഘോഷിക്കുകയാണ് ഗൈസ്. കേക്കൊക്കെ അൻസിലൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതും എൻ്റെ ഫേവറേറ്റ് കേക്കായിരുന്നു കേട്ടോ. വാഞ്ചോ അത് തന്നെ വാങ്ങിക്കൊണ്ട് വന്നപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയായി. കാരണം കുറേ നാളെ ഈ കേക്ക് കഴിച്ചിട്ട്. നമ്മളിപ്പോൾ കേക്ക് കട്ട് ചെയ്യാൻ പോവുകയാണ് ഗൈസ്. എല്ലാവരും അജുക്കയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ വിഷസ് പറഞ്ഞൊരു 100 വയസ്സ് വരെ ഇങ്ങനെ സുന്ദരക്കുട്ടനായിട്ട് ഇങ്ങനെ ജീവിക്കട്ടെ എന്ന് ഞാനും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. ആദ്യം തന്നെ നമ്മുടെ മനാഫാഷാനാണ് കേട്ടോ അജു കേക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ എല്ലാവർക്കും കേക്കൊക്കെ കിട്ടി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ, സൂപ്പറായിരുന്നു. അങ്ങനെ അജുവിൻ്റെ മുഖത്ത് മൊത്തം കേക്കൊക്കെ ആയി ഗൈസ്. എനിക്കാണെന്നുണ്ടെങ്കിൽ ഈ കേക്കൊക്കെ ഇങ്ങനെ മുഖത്തൊക്കെ തെക്കുന്നത് ഭയങ്കര വിഷമമൊക്കെയാണ്. ദൈവമേ ഒരു എന്തോ പോലെയാണ്. പക്ഷേ ഇപ്രാവശ്യം ഞാനും കേക്ക് മുഖത്ത് തേക്കാമെന്ന് വിചാരിച്ചു. ആദ്യമായിട്ട് ഞാൻ ഒരാളുടെ മുഖത്ത് ഇങ്ങനെ കേക്കൊക്കെ വാരി തേക്കുന്നത് കേട്ടോ. അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനുശേഷം എനിക്കും കേക്ക് കിട്ടി ഗൈസ്. കണ്ട് എൻ്റെ വായി നിറയെ കേക്കായിരുന്നു. ഒരു തരത്തിലാണ് ഞാനതൊന്ന് നിറക്കിയത്. അതിനുശേഷം കണ്ടോ പണി കൊടുക്കുന്നുണ്ട്. ബർത്ത്ഡേ ബോയ്ക്ക് മുട്ടൻ പണികളാണ് കേട്ടോ ഇന്ന് രാവിലെ തൊട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം അടങ്ങി നിന്ന് അത് എന്താ പറയുക ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. എന്തിനും ഏതിനും ഇങ്ങനെ നിന്ന് കൊടുക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങളൊരു റീലൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ഇൻസ്റ്റയിൽ പോസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു റീലും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാനും അജുവിന് കുറച്ച് കേക്കൊക്കെ വായിച്ചു കൊടുത്തു. അതിനുശേഷം ഞാനൊരു വലിയൊരു മുഴുത്തൊരു കഷ്ണം കേക്ക് എടുത്ത് തിന്നു ഗൈസ്. അപ്പോൾ എനിക്ക് കുറച്ച് ആശ്വാസമായി. കാരണം ഒത്തിരി ഒന്നും തിന്നാൻ പറ്റത്തില്ലാത്തതുകൊണ്ട് ഞാനൊരു കഷ്ണം മാത്രമേ കഴിച്ചുള്ളൂ. അതിനുള്ളതേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ആ കേക്ക്, കാരണം നമ്മൾ 9 പേരും ഒരേ ഗ്യാങ് ആണ് ഗൈസ്. അപ്പം ഞങ്ങളുടെ ഈ ബർത്ത്ഡേ സെലിബ്രേഷന് നമ്മൾ തന്നെയാണ് കേക്കൊക്കെ സെറ്റ് ചെയ്യുന്നതും എടുക്കുന്നതും കഴിക്കുന്നതും മുറിക്കുന്നതും എല്ലാം. അതുകൊണ്ട് കേക്ക് തീർക്കേണ്ട ജോലിയും ഞങ്ങളുടേതായിരുന്നു. അത് ഭംഗിയായിട്ട് നമ്മുടെ മനാഫാശാനും അമലാശാനും അത് നന്നായിട്ട് നിർവഹിക്കുന്നുണ്ടായിരുന്നു. ആൾക്കാർക്ക് ഡയറ്റ് കൊടുക്കുന്ന ആശാന്മാർ തന്നെ ഇങ്ങനെ കമ്മന്ന് ഡയറ്റ് പ്ലാനൊക്കെ തെറ്റിച്ച് കേക്ക് തിന്നുന്ന കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതാ ഞാനും കുറച്ച് കേക്കൊക്കെ മുഖത്തൊക്കെ തേച്ച് കേട്ടോ. അപ്പോൾ അതാ നാസിമുക്ക് ഇങ്ങനെ വെറുതെ നിൽക്കുന്നു. അപ്പം പിന്നെ നാസിമുക്കയുടെ മുഖത്തൂടെ ഞാൻ കുറച്ച് കേക്കൊക്കെ വാരി തേച്ച് കൊടുത്തു. അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് ഗൈസ്. ഫുഡ് കഴിക്കാൻ വേണ്ടി നമ്മുടെ ആലുവയിൽ പോവാണ്. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകുന്ന വീഡിയോയും അവിടുത്തെ രസകരമായ കാഴ്ചയൊക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ അതുവരേക്ക് ടാറ്റാ സീ.